ഹലോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. എല്ലാവരും ജീവിതത്തിൽ മുന്നോട്ട് മാത്രം പോകാൻ ചിന്തിക്കണം. ഏറ്റവും വലിയ നേട്ടങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പേരൻസ് ഇല്ലാത്തതാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. അതായത് നമുക്ക് പേരൻസ് എന്നൊക്കെ പറയണത് അവരെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് ലൈഫിലുണ്ട്. എന്നെ സംബന്ധിച്ച് ഇനിയും ഞാൻ ലൈഫിൽ സെറ്റിൽഡ് ആയിട്ടില്ല. പല രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മേൻ്റെയും അച്ഛൻ്റെയും ഒക്കെ ഒരു പ്രസൻസ് വേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ, എനിക്കും എൻ്റെ അനിയത്തിക്കൊക്കെ. പക്ഷേ അവരില്ലല്ലോ. നമുക്ക് ഒരു ചൊല്ലില്ലേ, നമുക്ക് എന്തും കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടും, പക്ഷേ അച്ഛനെയും അമ്മേനെയും കടയിൽ നിന്ന് കിട്ടില്ല പറയില്ലേ. സെയിം സിറ്റുവേഷനാണ് കേട്ടോ. അതായത് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിലും ഇവരെ നമുക്ക് മിസ് ചെയ്യാത്ത ദിവസങ്ങളില്ല. പിന്നെ അവർ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഒരു എന്താ പറയുക, എംപ്റ്റി ഫീലിംഗ് ആണ് കേട്ടോ. കാരണം എനിക്ക് വിരുന്ന് വരാനോ വിരുന്ന് പോവാനോ ഒന്നും അധികം ആരുമില്ല കേട്ടോ. വിരുന്നൊന്നും ആരും വരാറില്ല. അപ്പോൾ അനിയത്തിയാണ് ആകെ എൻ്റെ അടുത്ത് നിന്ന് വരുന്നത്. അപ്പോൾ അവൾക്ക് ഞാനും എനിക്ക് അവൾ എന്നുള്ള രീതിയിലാണ് ഏറെ ഉള്ളത് കേട്ടോ. അല്ലാതെ നമ്മുടെ വീട്ടിൽ കുറച്ചൊക്കെ ഒരു വിരുന്നൊക്കെ ആരെങ്കിലും വരുമ്പോഴല്ലേ നമുക്കൊരു ലൈഫിലൊരു സംസാരിക്കാനും മിണ്ടാനും ഒക്കെ ഒരു സ്പേസ് ഉള്ളൂ. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒരുപാട് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഒരുപാട് വീടുകളിലും അവിടെയും ഇവിടെയൊക്കെ നടന്ന് ജീവിച്ച ഒരാളാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ആർക്കും നമ്മളെ വേണ്ടാത്തൊരു സിറ്റുവേഷൻ പോലെയാണ്. കാരണം നമ്മുടെ വിഷമങ്ങളും ഫീലിങ്സൊന്നും അവർക്കറിയില്ലല്ലോ. കാരണം അവരാരും അനുഭവിച്ച ഒരു ജീവിതമല്ലല്ലോ നമ്മളുടേത്. ഇപ്പോൾ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്കല്ലേ ഇതിൻ്റെ ഒരു പെയിനും ഇതിൻ്റെ ഒരു ആവശ്യകതയൊക്കെ മനസ്സിലാവുള്ളൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മനുഷ്യരുടെ സ്നേഹം ആവശ്യമുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഓപ്പണപ്പായി സംസാരിക്കാൻ വേറെ അധികം ആരുമില്ല. എൻ്റെ ഹസ്ബൻഡും അനിയത്തിയും മാത്രം. പക്ഷെ എനിക്കത് ഒരുപാട് ഉറക്കത്തിലാണെങ്കിലും സ്വപ്നങ്ങളിലാണെങ്കിലും ഒക്കെ ഞാൻ എപ്പോഴും തേടുന്നത് സംസാരിക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരോടുള്ളൊരു ഓപ്പൺ സ്പേസാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ബന്ധുക്കളെയൊന്നും അധികം കാണാനുള്ള അവസരങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യാം, നല്ലൊരു കാലം വരുന്നുണ്ടാവും അല്ലേ.